ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്ടെയിൽ മീഡിയ. എല്ലാവർക്കും സുഖമല്ലേ? ഇനി വന്നിട്ടുള്ളത് നമ്മൾ ബേക്കറിയിലൊക്കെ കാണുന്ന തേങ്ങാ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള കൊച്ചു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഇതിന് വേണ്ടി വേണ്ടത് 2 കപ്പ് തേങ്ങയാണ്. 2 കപ്പ് തേങ്ങയിലോട്ട് ഞാൻ ഒരു ബൗളിൽ മൈദ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നന്നായി മിക്സായി വരുന്ന ടൈമിൽ നമുക്ക് ഒരു ബൗളിൽ പഞ്ചസാര പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര പൊടിച്ചതിലേക്ക് 3 ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തേങ്ങാ ബിസ്ക്കറ്റിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അത്രയും സ്വീറ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 4 മണിക്കൊക്കെ പറ്റിയൊരു ഫുഡാണ് ഇത്, ചായക്ക് കൂടെ കഴിക്കാൻ. ഇതൊന്ന് മിക്സായി വന്ന ശേഷം നമുക്കിത് ഈ ഒരു രൂപത്തിൽ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും ഈ രൂപത്തിലായതിന് ശേഷം നമുക്കിത് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൊരിഞ്ഞ് വരാൻ അത്ര തോന ടൈമൊന്നും വേണ്ട. ഒരു സൈഡ് ഒരു ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ നമുക്കിത് അപ്പുറത്തെ സൈഡിലിട്ട് മാറ്റിയിട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും നമുക്ക് ഈ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യും വേണം. നമ്മൾ തേങ്ങാ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കൂടാതെ വളരെയധികം സ്വീറ്റും കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.